ഫട്ട 1 5 മിനിറ്റ് മുതൽ 7 മിനിറ്റിനുള്ളിൽ ഇസ്രായേലിലെ ഏത് മുക്കും മൂലയും വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഇറാൻ പറഞ്ഞ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഈ ഫട്ട 1. സത്യത്തിൽ ഇങ്ങനെ ഒരു മിസൈൽ ഇറാൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞു. ലോകത്തിലെ പല രാജ്യങ്ങളും അതെങ്ങനെ സാധിക്കും? 7 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് 1200 മുതൽ 1300 കിലോമീറ്റർ കഴിഞ്ഞു പോകാൻ സാധിക്കുക? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. അതെ, ഫട്ട 1 ഇറാൻ ഉപയോഗിച്ചു. ഇതുവരെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരോ 3 ഇന്റർസെപ്റ്ററിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഇസ്രായേൽ ഭാഗത്ത് നിന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുമ്പോൾ ഇറാൻ ഇന്നലെ വീണ്ടും അവരുടെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഓയ്സോവിക്ക് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. ഏകദേശം 1400 കിലോമീറ്റർ റേഞ്ചുള്ള ഫട്ട എന്ന ആദ്യത്തെ വേർഷൻ ഫട്ട 1 ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ ആണെന്ന് പറയുന്നു. കാരണം ഇതിന്റെ മാക്സ് സ്പീഡ് നോക്കിയാൽ 13 മുതൽ 15 സ്പീഡിൽ പോകാൻ കഴിയുമെന്ന് പറയുന്നു. ഇത് വെച്ചാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഇറാൻ നടത്തിയത്. ആ എയർ സ്പേസിൽ അത് പറന്നു പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ മുകളിൽ എന്തോ ഒന്ന്, അതിപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെയോ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നാം. വല്ലാത്തൊരു ശബ്ദവും ആ ശബ്ദത്തോടു കൂടി മിസൈൽ വരുന്നതും ഫ്ലേസ് തെറിച്ച് വീഴുന്നതും വീണ്ടും അത് ഇസ്രായേലിനുള്ളിലേക്ക് വന്ന് വീഴുന്നതും, ഇങ്ങനെ ഒരുപാട് വിഷ്വൽസ്. ഈ വിഷ്വൽസ് എല്ലാം തീർച്ചയായും ഇസ്രായേൽ ജനങ്ങളെ ഇന്നലെ പരിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. അവിടെയുള്ള ജനങ്ങൾ ഇതെന്താ പുതുതാണല്ലോ, പൊതുവെ ഇങ്ങനെയുള്ള മിസൈൽസ് ഒന്നും നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് വന്നിട്ടില്ലല്ലോ, കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇത്രയും ദിവസം നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഹമാസുമായി. ഹമാസ് ഒരു റോക്കറ്റ് അയക്കും, ഇനി ഹൂത്തികളാണെങ്കിൽ അവിടെ റോക്കറ്റ് അയക്കും, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസ് അയക്കും. ഈ ഹൈപ്പർസോണിക് മിസൈൽ എന്നതൊക്കെ വളരെ അപൂർവമാണ്. അത് ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ഇതിനകം തന്നെ അറിയാമെങ്കിൽ പോലും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആരും കാര്യമാക്കിയില്ല. അത്തരം ഒരു മിസൈൽ ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെയാണ് പലരും ചിന്തിച്ചത്. എന്നാൽ ഇന്ന് അത്തരം ഒരു മിസൈൽ തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് വന്ന് വീണപ്പോൾ ഇവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ അവിടെ തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഇസ്രായേലിന് അടുത്തടുത്ത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം ഇറാൻ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങളുടെ മിസൈൽസിനെ നിങ്ങളെ കൊണ്ട് തടയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് മിസൈൽസിനെ ഇസ്രായേൽ തടയാനും സാധിച്ചില്ല. ഈ ഫട്ട 1 കളമിറങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ മിസൈൽസിനെ ഒന്നും ഇസ്രായേലിനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നും കൃത്യമായി പ്രവർത്തിച്ചതുമില്ല. രണ്ടാമത്തേത് ഫട്ട 1 എന്ന ഹൈപ്പർസോണിക് മിസൈൽ. മൂന്നാമത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുമാത്രമല്ല, ഞങ്ങളുടെ ബാഗിൽ ഇനിയും ചില സർപ്രൈസസ് ഉണ്ട് എന്ന്. ഇതുവരെയും ഇസ്രായേലിനെതിരെ ഇറാൻ അയച്ച മിസൈലുകളുടെ എണ്ണം 470 ആണ്. ഇങ്ങനെ ഇസ്രായേൽ സ്ഥിതി വിവര കണക്കുകൾ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ 470 മിസൈൽസ് അയച്ചു. പക്ഷെ ഇപ്പോഴും ഡ്രോൺസ് ഒന്നും സജീവമായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലായിട്ടുണ്ടാകും. ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ യാതൊന്നും കൂടുതലായി ചെയ്തിട്ടില്ല. ഇതാണ് ഒരല്പം വിചിത്രമായി തോന്നുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഡ്രോൺ കയറ്റുമതി ചെയ്യുന്നത് ആരാണ്? ഈ ഷാഹിദ് 136 ഒക്കെ ഇറാനിൽ നിന്നാണ് റഷ്യയ്ക്കുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഉത്തര കൊറിയയ്ക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഹിസ്ബുള്ള, ഹമാസ് ഇവർക്കെല്ലാം ഈ ഡ്രോൺസ് ലഭിക്കുന്നത് ഇറാനിൽ നിന്നുമാണ്. അങ്ങനെയുള്ള ഇറാൻ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഹബ്ബാണെങ്കിൽ അവർ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ആ ഡ്രോൺസ് ഉപയോഗിക്കുന്നില്ല? വലിയ അളവിൽ ഉപയോഗിച്ചിട്ടില്ല. വലിയ അളവിൽ ഉപയോഗിച്ച യുദ്ധങ്ങളൊക്കെ നമ്മൾ ഇതിനകം തന്നെ കണ്ടതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നമ്മളും കണ്ടതാണ്. ഒരു ദിവസം 200, 300, 400, 500 ഡ്രോൺസ് ഒക്കെ ഉക്രൈൻ റഷ്യയും മാറി മാറി അയച്ചുകൊണ്ടിരുന്നു. യുദ്ധം നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ ആ ഒരു കഴിവ് ഇറാന്റെ പക്കലുമുണ്ട്. എന്നാൽ ഇറാൻ എന്തുകൊണ്ട് ഇതുവരെയും ഡ്രോൺസിനെ കളമിറക്കിയില്ല? ഇതൊരു ചോദ്യം തന്നെയാണ്. ഇറാൻ അടുത്ത് അവരുടെ വ്യോമസേനയെ ഇറക്കിയെന്ന് ചോദിച്ചാൽ അതും ഇല്ല. വ്യോമസേന ഉപയോഗിച്ചും ആക്രമണം നടത്തിയിട്ടില്ല. കാരണം പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ഇസ്രായേൽ നടത്തി. അതുകൊണ്ട് വ്യോമസേനയ്ക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി നേരെ പുടിൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അണുവായുധ കരാർ ഇത് പെട്ടെന്ന് തന്നെ ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടങ്ങുക എന്ന് ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. പുടിൻ ഇതിനെതിരെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 2018 അണുവായുധ ഈ JCPOA അല്ലെങ്കിൽ P5+1 എന്ന ഈ കരാറിൽ നിന്ന് സ്വമേധയായി പുറത്തു വന്നത് ആരാണ്? അമേരിക്കയാണ്. അവർ എന്ത് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്? ഇല്ല, ഇറാൻ അണുവായുധം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്.
ഈ പുറത്തു പോകാൻ റീസൺ പറഞ്ഞത് തന്നെ ഇതാണ്, ഞങ്ങൾക്ക് അവരെ ആക്രമിക്കണം, ഇറാനിൽ വലിയ തോതിൽ സഹായം ചെയ്യാൻ പല രാജ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ കരാറിൽ എന്നെ കൊണ്ട് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് പുറത്തേക്ക് വന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ തന്നെ കരാർ അവിടെ റദ്ദായി. അതായത് ഇനിയിപ്പോൾ ഇറാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ പുടിൻ ചോദിക്കുകയാണ്, ആ P5+1 കരാറിൽ നിന്നും അമേരിക്ക പുറത്തു വന്നതിന് ശേഷം തന്നെ ആ കരാർ റദ്ദായി. എന്നാൽ ഇതിലൂടെ ഈ കരാർ അമേരിക്ക ലംഘിച്ചതുപോലെ ഇറാനും ലംഘിച്ചു എന്നല്ല അർത്ഥം. ആ കരാർ തന്നെ ഇല്ലാതായി. എന്നാൽ ഇറാൻ മാത്രം ഈ കരാർ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യം വളരെ ന്യായമാണതെങ്കിൽ പോലും ഉത്തരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമേ അല്ല. അടുത്ത് ഇറാൻ മറ്റൊരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്, ചെറിയൊരു അണുബോംബ് കാണിച്ചിട്ട് ഒരു പക്ഷേ എന്നൊരു ക്യാപ്ഷൻ നൽകി. മേ ബി അണുബോംബിൽ എന്താണ് ചെറുത് വലുത് എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, ടാക്ടിക്കൽ ഉണ്ട്, സ്ട്രാറ്റജിക്കൽ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതുപോലെ ഈ ഡേർട്ടി ബോംബ്സും ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞതാണ്. ഇങ്ങനെ ഒരു ചെറിയ അണുബോംബിന്റെ പിക്ചർ നൽകിയിട്ട് മേ ബി എന്ന ക്യാപ്ചറോടുകൂടി വീഡിയോ റിലീസ് ചെയ്യുന്നു. ഉക്രൈന്റെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തെ ഇന്നലെ റഷ്യ ആക്രമിച്ചിരുന്നു. എന്നാൽ ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഉക്രൈന് നൽകിയത് ആരാണെന്ന് നോക്കിയാൽ റഷ്യ പറയുന്നത് അത് ഇസ്രായേലാണ് നൽകിയത് എന്ന്. അപ്പോൾ ഉക്രൈനെ എത്രത്തോളം ആക്രമണാത്മകമായി റഷ്യ ആക്രമിക്കുന്നുവോ അത്രത്തോളം ഉക്രൈന് സഹായം ആവശ്യമായി വരും. അത്രത്തോളം ഇസ്രായേലിൽ നിന്നും സഹായം ലഭിക്കുന്നതും ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ ഇറാനും പുടിനും ചേർന്ന് ഒരു ഗെയിം പ്ലേ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഉക്രൈനെ ആക്രമിക്കുക, ഞാനും കഴിയുന്നത്ര ഇസ്രായേലിനെ ആക്രമിക്കാം. രണ്ടു പേർക്കും സഹായം ലഭിക്കാൻ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ മാറി മാറി സഹായം ചെയ്തുകൊണ്ടിരിക്കട്ടെ, നമ്മൾ നമ്മുടെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് എത്താം. പക്ഷേ ഇത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് കാലത്തിന് മാത്രമേ മറുപടി നൽകാൻ കഴിയൂ. എന്നാൽ ഇതിലും വളരെ പ്രധാനപ്പെട്ടത് ആരോ 3 ഇന്റർസെപ്റ്റർ ഇസ്രായേലിന്റെ പക്കൽ അധികമൊന്നും ഇല്ല എന്നുള്ളതാണ്. ആരോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇറാന്റെ ഇത്രയേറെ മിസൈൽസ് ടെല്ലവീവ് ഭാഗത്ത് അല്ലെങ്കിൽ ഹൈഫ ഭാഗത്തൊക്കെ വീണിരിക്കാൻ സാധ്യതയില്ല. ഇസ്രായേൽ ഒരല്പം രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ആരോ ഇല്ല, അത്രത്തോളം മിസൈലൊന്നും ഇല്ല. ഇതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണമെന്നുള്ള വിവരം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇതിനിടയിൽ മൊസാദ് ഏജൻസിനെയൊക്കെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. തുർക്കിയിലുള്ള നിരവധി പേർ മൊസാദ് ഏജൻസായി ഇറാനുള്ളിൽ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അതെന്താണ് അങ്ങനെ? ഇറാനെ തന്നെ ചാരവൃത്തി നടത്താൻ തുർക്കിയോ എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത്രയേറെ ആളുകൾ തുർക്കിയിലുള്ളവരാണ്. ഒരുപാട് പേരെ IRGC അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ പലരും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തി അടുത്ത ദിവസം തന്നെ തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവരെ ജീവിക്കാൻ അനുവദിച്ചു എന്നല്ല അർത്ഥം. മൊസാദ് ഏജൻസ് ആണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കൈകൊണ്ട് മാത്രമേ മരിക്കാവൂ. ഇങ്ങനെ ഈ മൊസാദ് ഏജൻസിനെ എല്ലാം ഇറാൻ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയാണ്. 1996 മുതൽ നെതന്യാഹു ഇറാനെതിരെ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നും എടുത്തെടുത്ത് സമാഹരിച്ച് CNN ഒരു വീഡിയോ ആയി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ വർഷവും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി എങ്ങനെയാണ്, അവർ എത്രത്തോളം പെട്ടെന്ന് അണുവായുധം ക്യാപ്ചർ ചെയ്യും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നെതന്യാഹു സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും കാണാം. ശരി, ഇറാൻ ഇന്നലെ ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ തിരികെ ആക്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ നന്നായി തന്നെ തിരികെ നൽകിയിട്ടുണ്ട്. അവരുടെ വ്യോമസേനയിൽ 50 വിമാനങ്ങൾ ഉപയോഗിച്ച് എവിടെയെല്ലാമാണോ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ളത്, സെൻട്രിഫ്യൂജസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. സൈറ്റ്സ് മാനുഫാക്ചറിംഗ് പാർട്സ് ഫോർ സർഫസ് ടു സർഫസ് മിസൈൽ ഫീൽഡ്സ്, ഈ ഒരു സ്ഥലവും അവർ ആക്രമിച്ചിട്ടുണ്ട്. എ ഫെസിലിറ്റി ഫോർ പ്രൊഡ്യൂസിംഗ് സെൻട്രിഫ്യൂജസ് യൂസ്ഡ് ഫോർ എൻറിച്ച്ഡ് യുറേനിയം ബിയോണ്ട് സിവിലിയൻ ലെവൽസ്. കൂടാതെ എ ഫെസിലിറ്റി ഫോർ സർഫസ് ടു സർഫസ് എയർ മിസൈൽ കോമ്പണൻസ് യൂസ്ഡ് ടു ടാർഗറ്റ് എയർക്രാഫ്റ്റ്സ്, ഇവയെല്ലാം ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. 50 എയർക്രാഫ്റ്റ് ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇസ്രായേൽ നൽകിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഈ സ്ട്രൈക്സ് എല്ലാം ഡയറക്ട്ലി ഡീഗ്രേഡ് ഇറാൻസ് എബിലിറ്റി ടു ത്രെറ്റൻ ഇസ്രായേൽ ആൻഡ് ദ റീജിയൻ. ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇന്നലെ ഞങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം ആക്രമിച്ചല്ലോ, ഇതിലൂടെ ഇസ്രായേലിനെതിരെ ത്രെറ്റൻ ചെയ്യുന്ന ഇറാന്റെ സൈനിക ബലത്തെയാണ് ഞങ്ങൾ കുറച്ചത്. കൂടാതെ ആ ഒരു റീജിയൻ, പല രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു വലിയ ഭീഷണിയായിരുന്നു, ആ റീജിയൻ ഞങ്ങളിപ്പോൾ കുറച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ അവിടെ വിശദീകരണം നൽകി. 470-ലധികം മിസൈൽസ് വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. മറ്റു ചില മാധ്യമങ്ങൾ 440 എന്നും പറയുന്നുണ്ട്. എത്ര പേർ മരിച്ചു എന്നുള്ള കണക്ക് നോക്കിയാൽ ഇസ്രായേലിൽ 24-ലധികം പേർ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 1300-ലധികം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഇല്ല, 100-ലധികം പേർ അവിടെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന്. പക്ഷെ ഇസ്രായേൽ അത് മറച്ചു വെക്കുകയാണ് എന്ന്.
മാറി മാറി ഇങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേൽ ഇറാനെ പറയും, ഇറാൻ ഇസ്രായേലിനെ പറയും. എന്നാൽ ഒഫീഷ്യലായി 24 പേർ മരിച്ചു എന്നുള്ളതാണ് വിവരം. ഇറാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഒരു ആക്രമണം ചെയ്തിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ ഇറ്റ്സ് റെസ്പോണ്ട് ടു ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഷോൺ ഓൾ ഇറ്റ്സ് പവർ എന്നും അബ്ബാസ് മൊക്താന്റെ പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ബാസ് പ്രധാനപ്പെട്ട IRGCയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇറാന്റെ സൈനിക ബലം നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇറാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവരുടെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സർപ്രൈസ് അറ്റാക്ക് ഇറാൻ ചെയ്യാൻ കാത്തിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇത് അറിയുകയാണെങ്കിൽ, ഇന്നലെ പോലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വലിയൊരു ആക്രമണം നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അമേരിക്കയുടെ ആക്രമണം ഒരല്പം ഡിലേ ആയി. ഇത് അവിടെ നിന്ന് വരുന്ന മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഈ ഫട്ട 1 എന്നത് ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം ഈ ഡിലേക്ക് കാരണമോ എന്നുള്ളതും ചോദ്യമാണ്. വീണ്ടും ഒരുപാട് അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. ഈ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്കിപ്പോൾ അറിയണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ മുനീർ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ട്രംപുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളെല്ലാം വോയിസ് ഓഫ് വിക്കിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.